ഒരു വൃശ്ചിക പ്രഭാതത്തിന്റെ ചെങ്കതിർവെട്ടത്തിൽ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച മൊബൈൽ ഫോണിലേക്ക് ഹൃദയം തുറന്നു വെച്ച പത്തനംതിട്ട ജില്ലയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാകുന്നു. തമിഴടക്കം നിരവധി ഭാഷാ സിനിമകളിൽ ചന്ദ്രലേഖയ്ക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. തിരക്കുകൾ കൊണ്ട് സമ്പന്നമാകുന്ന തൻ്റെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് പകൽ സമയം ചന്ദ്രലേഖ ഇന്ന് മലനാട് ന്യൂസിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഹൃദയകാരിയായ പാട്ടുകാരിയായി എത്തി. വിശ്രമമില്ലാത്ത യാത്രയിൽ പനി പിടിച്ച് കിടപ്പിലായിരുന്നു ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ ഇന്ന്. എങ്കിലും അതിവേഗം ചന്ദ്രലേഖ സംഗീത ലോകത്തിൻ്റെ മെലഡിയിലേക്ക് കടന്നു വന്നു. ഹിന്ദോള രാഗത്തിൻ്റെ മധുരിമയിൽ രാജഹംസം ഒരിക്കൽ കൂടി മനം നിറച്ചു വെച്ചു. രാജഹംസമേ മഴവിൽ കൂടിലേ സ്നേഹദൂതുമായി വരുമോ മലയാളത്തിൽ 2 സിനിമയിൽ പാടി. അതിലേറ്റവും ഹൃദയഹാരിയായി മാറിയത് ഗായിക ചിത്രയുമായുള്ള സമാഗമമാണ്. മനസ്സിൽ കൊണ്ടു നടന്ന മോഹത്തിൻ്റെ ശ്രുതിമധുരമായ സാക്ഷാത്കാരം. അപ്പം ദൈവം ഓരോ നിമിഷത്തിലും ദൈവത്തെ വിളിച്ചാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ചിത്ര ചേച്ചിയോടൊപ്പം പാടുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ ചേച്ചി ജോൺസൺ മാഷിൻ്റെ മകൾ, ജോൺസൺ മാഷിൻ്റെ പാട്ടാണല്ലോ രാജഹംസം. അപ്പം ഒരു ദിവസം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ഷാൻ ജോൺസനാണ്, ചേച്ചിയുടെ പാട്ട് ഞാൻ കേട്ട്, ചിത്ര ചേച്ചി പാടിയ രാജഹംസം എന്ന പാട്ട് ചേച്ചി പാടിയത് വീണ്ടും അനശ്വരമാക്കിയല്ലോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നും പറഞ്ഞ് ഷാൻ ജോൺസൺ വിളിച്ചെന്നെ. അതെനിക്ക് എന്താണ് ആ സമയത്തും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് എനിക്കൊരു അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞിരുന്നതിന് അദ്ദേഹം എന്നെ വിളിച്ചേന് എനിക്കറിയാം. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഷാൻ ജോൺസന്റെ ആ ഫോണിലൂടെ ഉള്ള വിളി. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിനെ മനം നിറച്ചുകൊണ്ട് തന്നെ മലനാട് ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഓർത്തെടുത്തു. മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു മെലഡി കൂടി ചന്ദ്രലേഖ ഹൃദ്യമാക്കി. ഏതോ ജന്മകൽപ്പന കുമ്പളാംബികയുടെ വൃശ്ചിക പുലരിയെ സംഗീത സാന്ദ്രമാക്കി. ചന്ദ്രലേഖയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷിനെയും നല്ലൊരു ഗാനാലാപനത്തിന്റെ അകമ്പടിയോടെ ഓർത്തെടുത്തു. മാഷിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. 2012 ഒരു വൃശ്ചിക മാസത്തിൽ മകൻ ശ്രീഹരിയെയും ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് കുമ്പളാംപൊയ്കയിലെ പറങ്കിമാമൂട്ടിൻ വീടിന്റെ ചുമരും ചാരി നിന്നുകൊണ്ട് പാടിയ
ആ പ്രഭാതത്തെപ്പറ്റി ചന്ദ്രലേഖ ഇപ്പോഴും വൈകാരികമായാണ് ഓർക്കുന്നത്. അതിലൂടെ ലോകത്തിലുള്ള മലയാളികളെല്ലാം അന്നേരം ആ സമയം തൊട്ട് വിളിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾ ലണ്ടനിലാണ്. ലണ്ടനിൽ നിന്നാണ് ആദ്യം. അല്ല, നമ്മുടെ കേരളത്തിലത്തെ നാട്ടിലെ ഒരു കുട്ടി തന്നെ, കോട്ടയത്തുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു രതീഷ് എന്ന രഞ്ജിത്ത് അങ്ങനെയാണ്ട് പേര്. ഞാൻ പെട്ടെന്ന് അത് അത്രയും ഇതായതുകൊണ്ട് മറന്നുപോയി. ആ കുട്ടിയാണ് എന്നെ നാട്ടിൽ നിന്ന് ആദ്യം വിളിക്കുന്നത്. പിന്നെ വെളിയിൽ നിന്ന് വിളിക്കുന്ന ലണ്ടനിലെ ന്യൂസിലും നെറ്റ് വഴിയുള്ള പത്രത്തിലൊക്കെ വന്ന്, നെറ്റ് വഴിയുള്ള ന്യൂസിൽ വന്ന് ഇതാരാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഈ കുട്ടിയെ നാട്ടിലാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുക, ഇതാരാന്ന് വെച്ചാൽ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ വൃശ്ചിക പ്രഭാതത്തിലെ പ്രിയപ്പെട്ട മറ്റൊരു താരം മകൻ ശ്രീകരിയും ഇപ്പോൾ അമ്മയ്ക്കൊപ്പം ലോകയാത്രയിലാണ്. 2 പാട്ടിന്റെ പല്ലവി പതക്കം ശ്രീകരി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇനി പാട്ട് പഠിക്കണം, അതാണ് ലക്ഷ്യം. മറ്റൊരു മോഹം ഗാനഗന്ധർവൻ യേശുദാസിന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങണം. ഒരിക്കൽ മാത്രം കണ്ടു. ആ സമാഗമം പോലും ചന്ദ്രലേഖ ഒരു പാട്ടിന്റെ ആരോഹണ അവരോഹണം പോലെ കൃത്യമായി ഓർത്തു വച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഞാൻ മാക്ട എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. ദൂരെ നിന്ന് എന്ന് വെച്ചാൽ ഒരു 5 കസേരയ്ക്ക് ഇപ്പുറം ഞാൻ എണ്ണുകയും ചെയ്തു. ഒരു 5 കസേര ഇല്ല, 3-4 കസേരയ്ക്ക് അടുത്തായിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാനലുകാരും അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. തന്നെയല്ല, നമുക്കങ്ങനെ പോകാനുള്ള പോലും അർഹതയില്ല എന്നുള്ളൊരു ഇതാണ്. ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഞാൻ തൊഴുതു. ഒരു സങ്കടവർത്തമാനം കൂടി ചന്ദ്രലേഖ മലനാട് ന്യൂസിനോട് പറഞ്ഞു. തന്നെപ്പറ്റി ചില സിനിമാ വാരികകളിൽ വരുന്ന ഗോസിപ്പുകൾ വല്ലാത്ത മനോവേദന ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പോലും അറിയാത്തതാണ് ഈ ഗോസിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അത് ഒരു പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. എനിക്കറിയില്ല ഞാൻ എന്താണ്, ഞാൻ പോലും ഇപ്പം ഓരോരോ വാരികകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വായിക്കാത്തതാണ്. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമവും ഇല്ല. പിന്നെ എന്താണ് എഴുതുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിനെനിക്ക് വിഷമമുണ്ട്. കാര്യം ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മലയാളി സുഹൃത്തുക്കൾ ക്ഷമിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പ്രിയപ്പെട്ട മലയാളികളെ, ഇത് ചന്ദ്രലേഖയാണ്. അനുഭവങ്ങളുടെ തീഷ്ണമായ ജീവിതമാണ് പിന്നിൽ. പാട്ട് മാത്രം നിരന്തരം വൈകാരികമാകും. ക്യാമറമാൻ സജി തിരുവല്ലയോടൊപ്പം ചന്ദ്രലേഖയുടെ കുമ്പളാംബികയിലെ വീട്ടിൽ നിന്നും പുനവൂർ സജീവ്.